നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ത്രികോണ മത്സരമാണോ, ശശി തരൂരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരമാണോ നടക്കുന്നത് എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. പന്ന്യൻ രവീന്ദ്രനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വലിയ രീതിയിൽ കാണാനില്ല. ശശി തരൂരിൻ്റെയും അവസ്ഥ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. കുറെ പോസ്റ്ററുകളും ബാനറുകളും ഫ്ലക്സുകളും ഒക്കെ അല്ലാതെ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസ്കാർ പോലും രംഗത്തില്ല. പക്ഷേ ഈ ബാനറുകളിലും ഫ്ലക്സുകളിലും ഒക്കെ ശശി തരൂരിനെ വിശേഷിപ്പിക്കുന്നത് വിശ്വപൗരനെന്നും ഇന്ത്യയുടെ അഭിമാനമാണ് എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സുകാരോട് ന്യായമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. തിരുവനന്തപുരത്തുകാരെ കബളിപ്പിക്കാനാണോ ഇങ്ങനെ ഈ വിശ്വപൗരനെന്നും ലോകത്തിന്റെ അഭിമാനമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ശശി തരൂരിനെ കാലാകാലങ്ങളായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്? ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് ആദ്യഘട്ടത്തിലെത്തുമ്പോൾ അന്നും വിശ്വപൗരൻ എന്ന ഇമേജ് തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹത്തെ ഒരു പാർലമെന്റ് അംഗമായി ജയിപ്പിച്ചു വിടുന്നതിന് കാരണമായത്. ഇത്രയും വലിയ വിശ്വപൗരനും ഇന്ത്യയുടെ അഭിമാനവും ഒക്കെ ആണെങ്കിൽ ഒരു നേതാക്കന്മാരും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കോൺഗ്രസിന്, AICCക്ക് ശശി തരൂരിനെ എന്തുകൊണ്ടാണ് AICC പ്രസിഡന്റ് ആക്കാൻ കഴിയാതിരുന്നത്? ആ പാർട്ടിയിൽ ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പോലൊരാളുണ്ട്. മല്ലികാർജുൻ ഖാർഗെ എന്താണ് ചെയ്യുന്നത്, ആരാണ് എന്ന് പോലും നാട്ടുകാർക്ക് അറിയാമോ എന്ന് തോന്നുന്നില്ല. യാതൊരു തരത്തിലുള്ള ഒരു ഇമേജും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഇമേജ് ഒന്നുമില്ലാത്ത ഒരു നേതാവ്. ആകെയുള്ളത് സോണിയാഗാന്ധിയുടെ വിശ്വസ്തരാണ് എന്ന് മാത്രമാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം നോക്കിയാൽ മറ്റൊരാളുള്ളത് രാഹുൽ ഗാന്ധിയാണ്. ഒന്നിനും കൊള്ളാത്ത, കുട്ടിക്കളി മാറാത്തൊരു 60കാരൻ. ഇങ്ങനെയുള്ള ഒരാൾ പാർട്ടിയെ നയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പാർട്ടി ഏതാണ്ട് പടവലങ്ങ പോലെ കീഴേക്ക് വളരുന്നതെന്ന് പലരും പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വപൗരനായ ഈ പൗരനെ എന്തുകൊണ്ടാണ്, അത് തെരഞ്ഞെടുപ്പിൽ ആരും പറയാതെ അദ്ദേഹം മത്സരിച്ച്, അദ്ദേഹം സ്വയം തീരുമാനിച്ച് മത്സരിച്ചിട്ട് പോലും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായത്? അപ്പോൾ കാലാകാലങ്ങളായി തിരുവനന്തപുരത്തെ ജനതയെ കബളിപ്പിക്കാൻ ഈ വിശ്വപൗരനും ഇന്ത്യയുടെ അഭിമാനവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നതിൽ കവിഞ്ഞ് കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്ത ഒരാളായി ഈ ശശി തരൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വരെ അതാണ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു, KPCCയിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ പോലും ഉണ്ടായില്ല. ഇപ്പോൾ KPCCയിൽ 2-3 പോസ്റ്ററുകൾ, KPCCയുടെ ആ കയറുന്ന സ്ഥലത്ത് 1-2 പോസ്റ്ററുകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വാർത്ത ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് തിരുവനന്തപുരത്തെ സ്ത്രീകളും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളും തീരദേശം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ് തീരദേശത്തുള്ളവർ. ആ തീരദേശത്തുള്ളവർ കൈ കണ്ടാൽ മറ്റൊന്നും ചെയ്യില്ല എന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും, അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സ്ത്രീകൾ സൗന്ദര്യം കണ്ട് ശശി തരൂരിന് വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് എല്ലാവരും സത്യത്തിൽ പുച്ഛത്തോടെ പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ സങ്കടം ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളെ എത്ര തരം താഴ്ന്നാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ എത്ര തരം താഴ്ത്തിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂർ വിശ്വപൗരനായതുകൊണ്ട് എന്തു ഗുണമാണ് തിരുവനന്തപുരത്തുകാർക്കുള്ളത്? ശശി തരൂരിന് ഗുണമുണ്ട്. രാജ്യത്തൊക്കെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാം, അവിടെ നിന്ന് അദ്ദേഹത്തിന് കൂട്ടുകാരികളെ കണ്ടുപിടിക്കാം, അദ്ദേഹത്തിന് അവിടെ പോയി ഉല്ലസിക്കാം. ഇതൊക്കെയാണ് വിശ്വപൗരന് എന്ന ഇമേജ് കൊണ്ട് അദ്ദേഹത്തിനുള്ള ഗുണം. ഈ വിശ്വപൗരൻ എന്ന ഇമേജ് കൊണ്ട് തിരുവനന്തപുരത്തിന് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണമുണ്ടായതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സത്യത്തിൽ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണ് തിരുവനന്തപുരത്തുള്ളവർ. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, നിരവധി ഉദ്യോഗസ്ഥർ, എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്തുള്ളവരെ ഇങ്ങനെ കബളിപ്പിച്ച് ഇത്രയും വർഷം കൊണ്ടുപോയി. നമ്മളെപ്പോഴും UPയിലേക്ക് നോക്കി നമ്മൾ പറയാറുണ്ട്, UPയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയാം അവിടെയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്, അവർ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുകയാണെന്നാണ്. എന്നാൽ നമുക്കറിയാം ഈ UPയിലും അതുപോലെ തന്നെ മറ്റേത് സംസ്ഥാനത്തിലും, കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അവിടെയെല്ലാം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ, ദേശീയ തലത്തിലുണ്ടാകുന്ന ഓരോ രാഷ്ട്രീയ ചലനങ്ങളും സംസ്ഥാനത്തിലുണ്ടാകുന്ന ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർ മാറി പല സർക്കാരുകളെയും പരീക്ഷിക്കാറുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലാകെ 2 ഇടതും വലതും, ഇനി ഇടത് വലതും തമ്മിൽ അവിടെ സഖ്യമുണ്ടാക്കുമ്പോഴും ഇവിടെ പോരടിക്കുന്നതായി അഭിനയിച്ച ശേഷം ഒന്നിച്ചു പോയിരുന്ന് കാപ്പി കുടിച്ച് പിരിയും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെജ്രിവാളിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ AAPക്കാർ BJP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിൽ ഈ 2 നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത ശേഷമാണ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഒരു മാർച്ചിലേക്ക് AAP വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ വിശ്വപൗരൻ എന്ന ഇമേജിനപ്പുറത്തേക്ക് ശശി തരൂർ സ്ഥാപിച്ചത്, വിശ്വപൗരൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് 15 ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രമാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ അടുത്തിടെ പറയുന്ന കേട്ടു, ആദ്യത്തെ 5 വർഷം തന്റെ സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, ആ 5 വർഷം തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പിന്നീടുണ്ടായത്
നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. അപ്പോഴും തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വന്തം സർക്കാർ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു MP ഇനി എന്തിനാണ് 15 വർഷങ്ങൾക്ക് ശേഷം ഒരു സംസ്ഥാന തലസ്ഥാനത്തെ പിന്നോട്ടടിച്ച് ഇല്ലാതാക്കിയ ശേഷം എന്തിനാണ് വീണ്ടും മത്സരിക്കുന്നത്? സത്യത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഏതാണ്ട് പരാജയം മുന്നിൽ കണ്ട് പോലെ തന്നെയാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം അടുത്ത ടേണിലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെങ്കിലും ഈ ശശി തരൂർ ജയിച്ച് ഇവിടെ നിന്ന് MP ആയി പോകേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിശ്വപൗരനെ കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളാണ്. വിശ്വപൗരൻ എന്ന ഇമേജുമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളെ, കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, എവിടെ നിന്നാലും അദ്ദേഹത്തിന് വോട്ട് കിട്ടും, കേരളത്തിൽ എവിടെ നിന്നാലും ജയിപ്പിക്കാനുള്ള മുതലുള്ള ആളാണ്. ഈ വിശ്വപൗരൻ എന്നൊരു ഇമേജിനപ്പുറത്തേക്ക് എന്താണ് നമ്മളൊരു ആളെ വിലയിരുത്തുമ്പോൾ? ഇപ്പോൾ നരേന്ദ്രമോദി, എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരാളായിരുന്നു നരേന്ദ്രമോദി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു നരേന്ദ്രമോദി. അമേരിക്കൻ വിസ നിഷേധിക്കപ്പെട്ട ആൾ. എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് പോലും അദ്ദേഹത്തെ നോക്കി സാഹൂതം വീക്ഷിച്ച് അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഇമേജ് അല്ല, അയാളുടെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, തിരുവനന്തപുരത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഒരു MP ആയിരുന്നു ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമ്പോൾ അത് തന്നെ ആ സ്ത്രീകളുടെ വോട്ടുകളും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാരമില്ല, ഇവിടെ ജയിക്കുന്ന സാഹചര്യം BJPക്ക് ഉണ്ടായാൽ CPMകാർ അവരെ ജയിപ്പിച്ചോളുമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, ശശി തരൂർ അങ്ങ് ജയിച്ചുകൊള്ളും, രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതകളില്ല എന്ന്. ഞാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഏതായാലും CPMകാർ ശശി തരൂരിനെ ജയിപ്പിച്ചോളുമെന്നാണ്. കാരണം CPIക്കാരനായ പന്യന് ഇവിടുത്തെ CPMകാർ വോട്ട് ചെയ്യില്ല എന്നൊരു ധ്വനി കൂടി അതിലുണ്ട്. അതായത് BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കവും നടത്തുമെന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത്തവണ അത് നടക്കുമോ എന്നറിയില്ല. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുകൂടി കോൺഗ്രസ്സുകാരെയും CPMകാരെയും ഒക്കെ മനസ്സിലാക്കിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഈ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു പോയാൽ അത് തിരുവനന്തപുരത്തിന് ഗുണമുണ്ടാക്കും എന്ന്. അത് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചാൽ, എന്തെങ്കിലും ജനുവിനായ പ്രശ്നം പറഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാം, വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം, ഇനി കാര്യം നടക്കും എന്ന മുദ്രാവാക്യവുമായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വന്നിപ്പോൾ പലരും ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതേപോലെ തന്നെ ചിലർ പറയുന്നുണ്ട്, പന്യൻ പോയാൽ എന്ത് ചെയ്യാനാണ്, അവിടെ പോയി ഇരുന്നിട്ട് പോരാം, നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്, പക്ഷേ പാർലമെന്റിൽ പോയിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യം ചോദിക്കുകയാണ്. ശശി തരൂർ പോയാലും പോയില്ലേലും ഒന്നുമില്ല. നമുക്കറിയാം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു MP നമുക്ക് വയനാട്ടിലുണ്ട്. ആകെ 9 തവണയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി അവിടെ വന്നത്. ഇതുപോലെ തന്നെയാണ് ഈ വിശ്വപൗരനും. ഈ വിശ്വപൗരൻ ഇവിടെ വരുമ്പോൾ തന്നെ പലരും ആരോപിക്കുന്നുണ്ട്, ഈ വിശ്വപൗരൻ കേരളത്തിൽ വന്നാൽ നിശാസഞ്ചാരം മാത്രം നടത്താനാണ് വരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന തമ്പാനൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വളരെ സഹചാരിയായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളാണ്. ഇങ്ങനെയാണ് MP എങ്കിൽ എന്ത് വികസനമാണ് ഇനി തിരുവനന്തപുരത്തിന് ഉണ്ടാവുക? തിരുവനന്തപുരത്തിന് വേണ്ടത്, തിരുവനന്തപുരത്തെ അറിയുന്ന, തിരുവനന്തപുരത്തിന് വികസനം ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ തന്നെയാണ്. ഒരു അവസരം തനിക്ക് തന്നാൽ അത് എങ്ങനെയാണ് വികസനം വരികയെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് എല്ലാ മേഖലകളിലും പെട്ടവരോട് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായാൽ സംസ്ഥാനം തന്നെ നന്നാവും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ അടിമുടി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.